മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം, അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? 5 നേരത്തെ നിസ്കാരത്തിലും റമളാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലും അല്ലാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും അല്ലാഹു ഔദാര്യം ചെയ്ത ആരോഗ്യവും സമ്പത്തും ചെലവഴിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലും നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം അല്ലാഹു ആകുന്ന രക്ഷിതാവിലേക്ക് അടുക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്നതാണ്. എപ്പോഴെല്ലാം നിസ്കാരം അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ കാരണമാകാതിരിക്കുന്നുവോ അപ്പോൾ നിസ്കാരത്തിന്റെ മൂല്യം അന്യമാവുകയാണ്. അതുപോലെ എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം നമുക്ക് എല്ലാം തന്നു നമ്മെ പരിപാലിക്കുന്ന അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമങ്ങളാണ്. അല്ലാഹുവിന്റെ സാമീപ്യം നേടാനുള്ള നിരവധി വഴികളിൽ ഒരു വഴിയാണ് ദിക്റുൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ. അമ്പിയാക്കന്മാരെയും ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും പറയുക, അവരെ ഓർക്കുക, അവരുടെ മഹത്വങ്ങൾ പാരായണം ചെയ്യുക, അതിനുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുക, അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ ലക്ഷ്യം വറബ്ബക ഫകബ്ബിർ, നമ്മുടെ റബ്ബിന്റെ മഹത്വം ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത് ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്തു. വറബ്ബക ഫകബ്ബിർ, അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെ റബ്ബിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിന്റെ വലിപ്പം, അല്ലാഹുവിന്റെ മഹത്വം പറയുക. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അല്ലാഹുവിലേക്ക് ചേർത്ത് വെക്കാനുള്ള ഒരു മജ്ലിസായി ഞാൻ ഇതിനെ കാണുകയാണ്. വർത്തമാനകാലത്തെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് പറയാനുണ്ടാവും. ഫലസ്തീനിൽ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുക എന്ന് ചില ആളുകൾ ചോദിക്കും. ഇന്ത്യ മഹാരാജ്യത്ത് രാഷ്ട്രീയപരമായ പല മാറ്റങ്ങളും സംഭവിക്കുമ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ ആരാധന നിർവഹിച്ചു കൊണ്ടിരുന്ന മഹത്തായ ഒരു ആരാധനാലയത്തെ ഇവിടെയുള്ള നിയമഭരണ സംവിധാനങ്ങളുടെ പിന്തുണയോടെ പൊളിച്ചു കളയുകയും അവിടെ മറ്റൊരു വിശ്വാസത്തിന്റെ ആളുകളുടെ ആരാധനാലയം പടുത്തുയർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ത്യ മഹാരാജ്യത്ത് NRCയും മറ്റു നിയമപരമായ പല ചുവടുകളും
ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുസ്ലിങ്ങൾക്കും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കുമെതിരെ നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനപരമായിരിക്കാൻ കഴിയുക? ഈ വിഷയങ്ങൾക്കെല്ലാം കൂടി ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. വിശ്വാസികളായ നമ്മൾ എപ്പോഴും ആത്മവിശ്വാസമുള്ളവരാണ്. ഇവിടെ ആരെല്ലാം ഭരിച്ചാലും, ആരെല്ലാം മരിച്ചാലും, ആരെല്ലാം കൊല്ലപ്പെട്ടാലും ഈ ലോകത്തെ ഏറ്റവും സത്യസന്ധമായ മതം അത് അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം മാത്രമാണ്. അതിൽ നമുക്കാർക്കും ഒരു സംശയം ഇല്ല, ഒരു പുനരാലോചനയുടെയും ആവശ്യമില്ല. ഫലസ്തീൻ മുഴുവനും തുടച്ചു നീക്കി ഒരുപക്ഷെ ഇസ്രയേലുകാരന്റെ അധികാരം അവിടെ വന്നാലും, ലോകത്തെ ഒരുപാട് രാഷ്ട്രങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടാലും, ഇന്ത്യ മഹാരാജ്യത്ത് പരീക്ഷണങ്ങളുടെ നാളുകൾ വന്നാലും, ഇവിടെയുള്ള ഇസ്ലാമിന്റെ അടയാളങ്ങളെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാലും, ഇവിടെ ലോകത്തെന്ത് സംഭവിച്ചാലും നമ്മുടെ ഉള്ളിൽ ഉറച്ച ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്താണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന, ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു ആകുന്ന രക്ഷിതാവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി ഒരു മതമേ ഉള്ളൂ, ഒരു ദർശനമേ ഉള്ളൂ, ഒരു വിശ്വാസ സംഹിതയേ ഉള്ളൂ, ഒരു വീക്ഷണമേ ഉള്ളൂ. അത് അല്ലാഹുവിൽ നിന്ന് അവതരിച്ച ഇസ്ലാം മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന വിശ്വാസം അത് നമ്മൾ മുറുകെ പിടിച്ച് പരിപാലിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. നമ്മളെല്ലാവരും സമാധാനത്തോടെ ഈ നഗരിയിൽ ഇരിക്കുമ്പോൾ ഫലസ്തീനിന്റെ തെരുവുകളിൽ ചിതറിത്തെറിച്ചു കിടക്കുന്ന മനുഷ്യ ശരീരങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണമോ ഒരിറ്റു മരുന്നോ ഒരു നേരത്തെ അഭയമോ ലഭിക്കാതെ പതിനായിരങ്ങൾ ഗസയുടെ ഫലസ്തീനിന്റെ തെരുവിലൂടെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിലൂടെ നൊമ്പരപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ എല്ലാവരുടെയും ശരീരത്തെ അല്ലാതെ അവരുടെ വിശ്വാസത്തെയോ നിശ്ചയദാർഢ്യത്തെയോ ആശയത്തെയോ ഒരു തരിമ്പും ഇളക്കാൻ ലോകത്തുള്ള ഒരായുധത്തിനും കഴിഞ്ഞിട്ടില്ല. ലോകത്തുള്ള ഒരു സംഹാര സംവിധാനത്തിനും സാധിച്ചിട്ടില്ല. ഇസ്രയേലുകാരന്റെ ഒരു മോഹവും അവിടെ നടന്നിട്ടില്ല. വിശ്വാസികളായ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഫലസ്തീനിൽ ഏകദേശം 3 മാസത്തിലേറെയായി, 100 ദിവസത്തിലേറെയായി നരനായാട്ട് നടത്തുന്ന ജൂത പരിശകളുടെ ക്രൂര വിനോദങ്ങൾ നടക്കുമ്പോൾ ആ ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു കുരുന്നുപോയി, ഏതെങ്കിലും ഒരു കുഞ്ഞുപോയി ഇസ്രയേലുകാരന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, എന്നെ ഒന്ന് ജീവിപ്പിക്കണേ, ഞാൻ ഇസ്ലാമിൽ നിന്ന് മാറിയിട്ട് ജൂതമതത്തിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞ ഒരു തരിമ്പ് ചിത്രം പോലും, വീഡിയോ പോലും, അനുഭവം പോലും ലോകത്ത് കണ്ടിട്ടില്ല. ഒരു അനുഭവം പോലും ലോകത്തൊരു പത്രക്കാരനും അടയാളപ്പെടുത്തിയിട്ടില്ല, ഒരു മീഡിയ പേഴ്സണും ഉദ്ധരിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്?
അവരുടെ ശരീരങ്ങളെ തകർക്കാനല്ലാതെ അവരുടെ ആശയത്തെ മാറ്റിമറിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല, അതാ മരണത്തോട് മല്ലടിക്കുന്ന 12 വയസ്സുകാരനോട് സമാനമായ പ്രായമുള്ള കുഞ്ഞുമോൻ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിയൊലിച്ച് ചോര ചിന്തിക്കൊണ്ടിരിക്കുമ്പോഴും ചൊല്ലിക്കൊടുക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു ആത്മസായുജ്യമുണ്ട്, വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട്, വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു മധുരമുണ്ട്. ആ മധുരത്തെ ഇല്ലായ്മ ചെയ്യാനോ വിശ്വാസത്തെ തകർക്കാനോ ആധുനിക ആയുധങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് ഇസ്രയേലുകാരന്റെ വ്യത്യസ്ത സംവിധാനങ്ങൾ മഴ പെയ്യും പോലെ ബോംബ് വർഷം നടത്തിയിട്ടും ഫലസ്തീനിലെ കുരുന്നുകളെ പിന്നോട്ട് വലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഗസയിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് തെറിച്ചു വീഴുന്ന ഓരോ കുഞ്ഞു ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഞങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് തകർക്കാം, പക്ഷേ ഞങ്ങളുടെ വിശ്വാസത്തെ ഇളക്കാൻ പറ്റൂല. എന്തുകൊണ്ട് നമ്മൾ ഇത് ആലോചിക്കണില്ല? ഇവിടെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം, ഫലസ്തീനിലെ മരിച്ചു വീഴുന്ന 10,000 ലോകത്തിന്റെ ഒരുപാട് ആലോചകന്മാരുടെ മസ്തിഷ്കങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞു. ഒരുപാട് യൂറോപ്യന്മാർക്ക് വീണ്ടും വിചാരം നൽകി. പല ആളുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കാത്തു നിൽക്കുന്നവരും പ്രഖ്യാപിച്ചവരുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു യുദ്ധവും ലോകത്ത് ഇസ്ലാമിനെ തകർക്കാൻ സാധിക്കില്ല. ഒരു യുദ്ധത്തിന് ലോകത്ത് ഇസ്ലാമിനെ തകർക്കാനാവില്ല. ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വഹാബാക്കളോട് പറഞ്ഞത്, ഇതോടെ നമ്മൾ അവസാനിക്കുന്നു എന്നല്ല, ഇനിയൊരു ഉജ്ജ്വലമായ വിജയം നമുക്ക് വരാനുണ്ട് എന്നാണ്. ഇനിയൊരു ഉജ്ജ്വലമായ വിജയം നമുക്ക് വരാനുണ്ട്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഇദാ ഖാല അർ-റജുലു ഹലക്കന്നാസ്, ആരെങ്കിലും ഒരാള് ജനങ്ങളെ മുഴുവനും നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഫഖദ് ഫഹുവ അഹ്ലകഹും ഔ അഹ്ലകുഹും, അവനാണ് ഏറ്റവും നശിച്ചവൻ, അവനാണ് നശിപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും തീർന്നുപോയി. ഇനി ഇവിടെ ഒരു ക്ഷേമവുമില്ല, ഇനി ഇവിടെ ഒരു വിജയവുമില്ല, ഇനി ഇവിടെ ഒരു രക്ഷയുമില്ല എന്നാര് ചിന്തിക്കുന്നുവോ അവരാണ് പരാജയപ്പെട്ടവർ. നിങ്ങളെ ഞാൻ വിളിക്കുകയാണ് മദീനയിലേക്ക്. ഏത് മദീനയാണ്? സറാപ്പാ ചമൻ ഹേ ദിയാറേ മദീന, ദവാമാശനാ ഹേ ബഹാറേ മദീന. ലോകത്ത് ഉദ്യാനം എന്ന് പേരുള്ള ഒരു നഗരി, നഗരി എന്ന പേരുള്ള ഒരു ഉദ്യാനം മാത്രമല്ല, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹ്മദ് ആസ്മാനോ മേ, ഭൂമി ലോകത്തെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വാനലോകത്തെ അഹ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീന രാജധാനി ഹേ, ദോ ആലം पर
हुकूमत है। മദീന തലസ്ഥാനമാണ്, ഇരു ലോകത്തിന്റെയും തലസ്ഥാനമാണ്. ആ തലസ്ഥാനമായ മദീനയിൽ ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോടൊപ്പം മദീനയിൽ കഴിയുകയാണ്. സ്വഹാബികളോടൊപ്പം മുത്തുനബി തങ്ങൾ ബദറിൽ ജയിച്ചു, ഉഹദിൽ ജയം അടയാളപ്പെടുത്തി. അങ്ങനെ വിജയങ്ങളുടെ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഇസ്ലാമിനും മദീനയ്ക്കുമെതിരെ അന്നത്തെ ആഗോള ശക്തികൾ മുഴുവനും സംഘടിച്ചു. മദീനയെ ഇല്ലായ്മ ചെയ്യാം എന്ന് വിചാരിച്ചു. ഖുറൈശികൾ, റോമക്കാർ, ക്രൈസ്തവർ, ജൂതന്മാർ എല്ലാവരും സംഘടിതമായി ഒരു സഖ്യകക്ഷി ഉണ്ടാക്കി, അഹ്സാബ് സഖ്യസേന. ആ സഖ്യസേന ഉണ്ടാക്കിയിട്ട് മദീനയെ വളയാൻ പോവുകയാണ്. മദീനയെ നാലുപാട് നിന്നും വളഞ്ഞ് വീർപ്പ് മുട്ടിച്ച് ചെറിയ ഒരു ഭൂപ്രദേശമാണെന്ന് മദീന വിശേഷിച്ചും ആ മദീനയെ ഇല്ലായ്മ ചെയ്യാമെന്നവര് കരുതി. മദീന വളരെ ചെറിയൊരു പ്രദേശമാണ്. ഭൂമിശാസ്ത്രപരമായി, ഭൂപ്രദേശപരമായി വിസ്തൃതിയിൽ ചെറിയ ഒരു പ്രദേശമാണ് മദീന. ആ മദീനയെ വലയം വെച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യാമെന്നു കരുതി. നമ്മൾ ഇന്ന് മദീനയിലേക്ക് ചെല്ലുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന പവിത്രമായ ഹുജ്റത്തുശ് ശരീഫ, അനുഗ്രഹീത ഭവനം, അതിനോട് തൊട്ടു ചേർന്നു കാണാം ജന്നത്തുൽ ബഖീഅ. ആ ജന്നത്തുൽ ബഖീഅന്റെ നടുവിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറമാടുമ്പോൾ അത് ജന്നത്തുൽ ബഖീഅ ആയിരുന്നില്ല. പറഞ്ഞത് മനസ്സിലായോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഖബർ ഇന്നുള്ള സ്ഥലം ജന്നത്തുൽ ബഖീഅ ആണ്. അതേ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ അവിടെ ഖബറടക്കുന്ന സമയത്ത് ജന്നത്തുൽ ബഖീഅ ആയിരുന്നില്ല. അന്ന് ജന്നത്തുൽ ബഖീഅയിൽ മറമാടാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊന്നുകളഞ്ഞവർ സമ്മതിച്ചില്ല. അവസാനം ജന്നത്തുൽ ബഖീഅന്റെ അതിർത്തിക്ക് പുറത്താണ് മറമാടിയത്. പിൽക്കാലത്ത് ജന്നത്തുൽ ബഖീഅ വികസിച്ചു വന്നപ്പോൾ ഇന്നത്തെ ബഖീഅന്റെ നടുവിലാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉള്ളത്. അന്നത്തെ മസ്ജിദുൻ നബവിയോ അങ്ങനെയാണ്. അന്നത്തെ മസ്ജിദുൻ നബവി ചെറിയ ഒരു പള്ളിയാണ്. ഇന്നവിടെ എഴുതി വെച്ചിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ അതിർത്തി തൂണിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ആ കുറഞ്ഞ പ്രദേശം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളിയായി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴതിന്റെ എത്രയോ ഇരട്ടി വലുതാക്കിയ പള്ളിയാണ് നമ്മൾ സന്ദർശിക്കുന്നത്. ആ പുതിയ പള്ളിയിൽ എവിടെ നിസ്കരിച്ചാലും മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ച കൂലി കിട്ടും. അതുപോലെ പുതിയ ജന്നത്തുൽ ബഖീഅയിൽ മറമാടിയാലും ജന്നത്തുൽ ബഖീഅയിൽ മറമാടിയ കൂലി കിട്ടും, അനുഗ്രഹങ്ങൾ ലഭിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ജന്നത്തുൽ ബഖീഅന്റെ നടുവിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഖബറുള്ളത്. അന്ന് മദീനയുടെ അതിർത്തി അവിടെ വരെയാണ്. അത്രമേൽ ചെറുതായിരുന്നു മദീന നഗരം. അത്രമേൽ ചെറുതായിരുന്നു മദീന നഗരം. ആ മദീന നഗരമെന്ന പേരുള്ള ലോകത്തെ ഏറ്റവും അനുഗ്രഹീത നഗരം,
ആ പട്ടണത്തിന്റെ ചുറ്റും ഒരു കിടങ്ങ് കീറിയാലോ എന്ന് പേർഷ്യൻ യുദ്ധമുറയറിയുന്ന സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അവിടെയുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം മൂളി. ആയുധങ്ങളില്ലാത്ത നമ്മൾ, അംഗബലമില്ലാത്ത നമ്മൾ, ഈ ചെറിയ ഒരു നഗരത്തിൽ താമസിക്കുന്ന നമ്മൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, പ്രതിരോധത്തിന് വേണ്ടി കിടങ്ങ് കീറുകയാണ്. കിടങ്ങ് കീറിയെത്തിയപ്പോൾ അതാ വലിയ ഒരു പാറ സ്വഹാബികൾ അടിച്ചിട്ട് പൊട്ടുന്നില്ല. സ്വഹാബികൾ ചെന്ന് ആ വലാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾ അടിച്ചിട്ട് പൊട്ടുന്നില്ലല്ലോ ഈ പാറ. കിടങ്ങ് കുഴിച്ചു തീർക്കണമെങ്കിൽ ഈ പാറ പൊട്ടിക്കണം. അപ്പോഴതാ വരുന്നു, ആരാണ്? അക്ഹലുൽ ഐനൈൻ അസജ്ജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാഉ وإذا صمت فعليه الوقار حلو المنطق إذا طلع تقول هذا البدر المنير. ഈ ലോകത്തെ വിശ്വാസി കോടികളുടെ ഹൃദയധമനികളോട് ചേർന്ന് പ്രണയത്തിന്റെ ചുടുചുംബനം കിട്ടി വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഉലകത്തിന്റെ ഉടയവൻ, പ്രപഞ്ചത്തിന്റെ പ്രഭയായി നൽകിയ അതുല്യമായ സൗന്ദര്യത്തിന്റെ മേന്മകളുടെ മുഴുവനും എല്ലാമായ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വരികയാണ്. വരുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ഒരുപാട് ആളുകൾ വിശന്നിട്ട് നേരെ നിൽക്കാൻ കഴിയാത്തവരാണ്. മുത്തുനബിയുടെ സ്വഹാബികൾക്ക് ഭക്ഷണം കിട്ടിയിട്ട് കുറെ ദിവസമായി, നേരെ നിൽക്കാൻ കഴിയണില്ല. നേരെ നിൽക്കാൻ വേണ്ടി ഒരു കല്ലെടുത്ത് പള്ളയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് പലരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കല്ലുകൾ പള്ളയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിന് മുഷ്ബിഅ എന്നാണ് അത്രേ ആ കല്ലിന് പറയുക എന്ന് ശറഹുശ് ശമാഇലിൽ കാണാം. അങ്ങനെ നേരെ നിവർന്നു നിൽക്കാൻ വേണ്ടി വിശന്ന് വയറൊട്ടിയിട്ട് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബികളുടെ അടുക്കലേക്ക് മദീനയെ വലയം ചെയ്യാൻ അന്നത്തെ ആഗോള ശക്തികൾ മുഴുവനും അവരുടെ സർവ്വ ആയുധങ്ങളും എടുത്തു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടങ്ങിലേക്ക് ഇറങ്ങിയിട്ട് പൊട്ടാത്ത പാറയിൽ മഴുകൊണ്ട് ഒന്ന് അടിച്ചപ്പോൾ ഒരു വെളിച്ചം പുറത്തേക്ക് വരികയാണ്. സ്വഹാബ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഈ വെളിച്ചം ഏത് വെളിച്ചമാണ്? അപ്പോഴാണ് ലോകഗുരുവായ തിങ്കൾ പ്രഭയായ ഉലകത്തിന്റെ ഉടയവൻ സൗന്ദര്യത്തിന്റെ പൂർണിമ നിറച്ചു കൊടുത്ത വർണ്ണനകളുടെ വസന്തങ്ങൾക്ക് പറഞ്ഞു തീർക്കാനാവാത്ത സൗകുമാര്യതയുടെ പര്യായമായ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ വെളിച്ചത്തിൽ ഞാൻ റോം കണ്ടിരിക്കുന്നു.
ഈ വെളിച്ചത്തിൽ ഞാൻ റോം കാണുകയാണ്. അവിടെയുള്ള മുഴുവൻ അധികാര കേന്ദ്രങ്ങളും നാളെ നമ്മുടെ കയ്യിൽ വരും. ഈ മഴ കൊണ്ടടിച്ച് പൊട്ടിച്ച പാറയുടെ വെളിച്ചത്തിലൂടെ ഞാൻ കാണുന്നത് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാണ്. അത് നാളെ നമ്മുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമരാനുള്ള പ്രദേശമാണ്. രണ്ടാമതും ഒന്നുകൂടി അങ്ങ് മഴവെടുത്തടിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാർ ചക്രവർത്തിമാരുടെ അധികാര കേന്ദ്രം അത് നമ്മുടെ കയ്യിൽ വരാനുള്ളതാണ് സ്വഹാബ. അപ്പോഴവര് തക്ബീർ ചൊല്ലുകയാണ്. അപ്പൊ ചോദിക്കും, വിശന്ന് വയറൊട്ടിയിട്ട് കഞ്ഞി കുടിക്കാനില്ലാത്ത നമ്മളാണോ നാളെ ആ റോമ പിടിക്കാൻ പോണത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത നമ്മളാണോ നാളെ പേർഷ്യയെ പിടിക്കാൻ പോകുന്നത്? വിശപ്പടക്കാനുള്ള അന്നമില്ലാത്ത നമ്മളാണോ സാർ ചക്രവർത്തിമാരുടെ കൊട്ടാര കൊത്തളങ്ങളെ പിടിച്ചടക്കാൻ പോകുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. അതുകൊണ്ട് ഓ വിശ്വാസികളെ, ഫലസ്തീനിൽ യുദ്ധം നടന്നാലും ഇറാനും ഫലസ്തീനും തമ്മിൽ കൊമ്പുകോർത്താലും ലോകയുദ്ധങ്ങളുടെ ഗതികൾ മാറി മാറി സഞ്ചരിച്ചാലും നമ്മുടെ ഇസ്ലാമിനൊന്നും സംഭവിക്കൂല, നമ്മുടെ മതത്തിനൊന്നും സംഭവിക്കാനില്ല, നമുക്കും ഒന്നും സംഭവിക്കാനില്ല. ഒരുപക്ഷേ നമ്മുടെ ശരീരങ്ങൾ ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെട്ടാലും നമ്മുടെ വിശ്വാസം ദൃഢമാണോ ശരിയാണോ നമുക്ക് പ്രതീക്ഷയാണ്. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ പുനർജനിക്കും. നമ്മളിവിടെ തീരണില്ല. അതുകൊണ്ടാണ് ഗസയുടെ പോരാട്ടമല്ലെങ്കിൽ അവിടെയുള്ള വംശവെറിയന്മാർ ഗസയെ ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അവിടെ ഇരുന്നു കൊണ്ടൊരു കവി എഴുതി, ഞങ്ങൾ സ്വർഗത്തിൽ ഗസ പണിയാൻ പോവുകയാണെന്ന്. ഞങ്ങൾ സ്വർഗത്തിൽ ഗസ പണിയാൻ പോവാണ്. അവര് സ്വർഗത്തിലേക്ക് പോയി. അവര് സ്വർഗത്തിലേക്ക് പോയി. എനിക്ക് പരിചയമുള്ള UAE-യിൽ താമസിക്കുന്ന ഫലസ്തീൻകാരനായ ഷെയ്ഖ് അബൂ ഈദയെ ഒരാവശ്യത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഇമ്മീഡിയറ്റ് റിലേഷനിലെ 13 ആളുകൾ കഴിഞ്ഞ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു പോയി. ഉറ്റവർ കൊല്ലപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ് അദ്ദേഹം. ഇതുപോലെ എത്രയെത്ര ആളുകളാണ് ലോകത്തെ വിരഹത്തിന്റെ വേദന. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ലോകത്തെ നമ്മൾ അറിയണം. എന്താണെന്നറിയുമോ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യനീതിയും, മുഴുവൻ യുദ്ധനീതിയും, മുഴുവൻ ജീവജാലങ്ങളുടെ നീതിയും ഇല്ലായ്മ ചെയ്യപ്പെട്ട് ഒരു ജനതയെ അരുംകൊല ചെയ്യുമ്പോ നിർത്തടാന്ന് പറയാൻ കരുത്തുള്ള ഒരു ഭരണാധികാരിയും ലോകത്തില്ല. അത് നമ്മൾ അനുഭവിക്കുന്ന ദുരിതമാണെന്ന്. എന്തിനാണ് ഇസ്രായേലുകാരാ ആ ഫലസ്തീനിലെ പാവപ്പെട്ട കുരുന്നുകളെ കൊല്ലുന്നത്? നിർത്തടാതെ പറയാൻ തന്റെ ഇടമുള്ളൊരു ഭരണാധികാരി ലോകത്തില്ലാതെ പോയി. അല്ലെങ്കിൽ പറയേണ്ട സഭകൾ ആരുടെയോ അമ്മിക്ക് കീഴിൽ വെച്ചിരിക്കുന്നു. UN-ന്റെ ഭൂരിപക്ഷത്തെയും മറികടക്കാൻ ഇവിടെയുള്ള ആയുധ കച്ചവടക്കാരന്മാർ അധികാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങൾ ഏതോ വഴിക്ക് സഞ്ചരിച്ചിരിക്കുന്നു. പക്ഷേ നമുക്ക് ആശങ്കയില്ല, വേദനയുണ്ടെങ്കിലും, നമുക്ക് നിരാശയില്ല, നൊമ്പരമുണ്ടെങ്കിലും
നമ്മളിവിടെ അസ്തമിക്കില്ല. നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടെങ്കിലും നമ്മളെപ്പോഴും ഉയർന്നു നിൽക്കുന്നവരാണ്. കാരണമെന്തേ? ഇത് അല്ലാഹുവിന്റെ മതമാണ്, ഇസ്ലാം. യഅലു വലാ യുഅലാ അലൈഹി. എത്രയെത്ര പരീക്ഷണം കഴിഞ്ഞുപോയി. ഈ ഉമ്മത്ത് കടന്നു വന്നത് പരവതാനിയിലൂടെ സഞ്ചരിച്ചു വന്നവരല്ല, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ വന്നവരാണ് നമ്മൾ. അറിയില്ലേ, 4 ഖലീഫമാരിൽ 3 ഖലീഫമാരും കൊല്ലപ്പെട്ടവരാണ്. പിന്നെയുണ്ടോ? 4 ഇമാമുകളിൽ 4 ഇമാമുകളും കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടവരാണ്. 3 പേർ നിരന്തരമായി അല്ലെങ്കിൽ ഏറ്റവും വേദനാജനകമായി ജയിലിൽ കഴിഞ്ഞവരാണ്. 40 കൊല്ലം മദീനയിൽ ദർസ് നടത്തിയ ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ബിൻ അനസ് തങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാമുൽ ആളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്, ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ഇമാമുന ശാഫഈ തങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ബഗ്ദാദിൽ വരുത്തുകയും വിചാരണയ്ക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. വരട്ടെ, മദ്ഹബിന്റെ ഇമാമുകളിൽ 4ാമത്തെ ആൾ ഇമാമുസ്സുന്ന വ ഇമാമു അഹ്ലിസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹുവിനെ ബഗ്ദാദിന്റെ തെരുവിൽ വെച്ച് അന്നത്തെ ദുഷ്ടന്മാരായ ഭരണാധികാരികൾ ചാട്ടവാറ് കൊണ്ടടിച്ചപ്പോൾ ബഗ്ദാദ് മുഴുവനും കരഞ്ഞുപോയിട്ടുണ്ട്. ബഗ്ദാദ് മുഴുവനും പൊട്ടിക്കരഞ്ഞു. ഈമാനിന്റെ ബലമില്ലെങ്കിൽ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന വേദനയല്ല അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അനുഭവിച്ചത്. അവിടുത്തെ 2 കൈകളും ബന്ധിച്ചു വെച്ചു, 2 കാലുകളും കെട്ടിത്തളപ്പെട്ടു, അരയിൽ ഒരു കെട്ടിട്ടു, പെരടി അനങ്ങാതിരിക്കാൻ ഒരു വളയമിട്ടു, തല്ലുകൊണ്ടാൽ പൊളയാൻ പോലും അനുവദിക്കാതെ കെട്ടി നിർത്തിയിട്ട് മുതുകത്തെ ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇളകിയില്ല. അത് കഴിഞ്ഞു വന്നൊരു സമുദായമാണിത്. അത് കഴിഞ്ഞു വന്ന സമുദായമാണിത്. അറിയുമോ സഹോദരന്മാരെ, അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ എന്ന മഹാൻ, അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ എന്ന മഹാനായ ബഗ്ദാദ് കണ്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ, അല്ലാഹുവിന്റെ ഖുർആൻ അവന്റെ കലാമാണെന്ന് പറഞ്ഞതിന് ഉടലും ശിരസ്സും മുറിച്ചു മാറ്റി ഉടലതാ ബഗ്ദാദ് പട്ടണത്തിൽ കുരിശിലേറ്റി. ശിരസ് കൊണ്ടുപോയി മഅ്മൂനിന്റെ പട്ടണമായ സുറമൻ റആയിൽ വെച്ചു. അറിയുമോ, ഉടൽ വിച്ഛേദിക്കപ്പെട്ട ശരീരം ഖുർആൻ പാരായണം ചെയ്തിട്ട് പോലും കശ്മലന്മാര് വിട്ടില്ല. അങ്ങനെ മാത്രം ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഉമ്മത്ത്. പക്ഷേ ഇസ്ലാം അസ്തമിച്ചിട്ടില്ല. ഇസ്ലാം അസ്തമിച്ചിട്ടില്ല. എന്തിനേറെ പറയണം, ലോകഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ महर चरखे नबूवत पे बेहद दुरूद, महर चरखे नबूवत पे बेहद दुरूद, गुले बागे
रिसालत पे लाखों सलाम. മഹാനരായ ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിൽ പവിത്രമായ മക്കയിൽ നിൽക്കുമ്പോൾ, അതാ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സ്വബറൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദുകുമുൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് വിളിച്ചു പറഞ്ഞു, യാസിർ കുടുംബത്തോട് ക്ഷമിക്കണേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും വിളിച്ചു പറയാൻ ഇന്നതേ ഉള്ളൂ. സബറൻ ആല ഗസ്സ, അല്ലയോ ഗസ്സയിലെ ജനങ്ങളെ ക്ഷമിക്കണേ, മൗഇദുകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് പറുദീസയുണ്ട്, നിങ്ങൾക്ക് പറുദീസയുണ്ട്. ഈ ലോകത്ത് ഏതെല്ലാം വർത്തമാനങ്ങൾ ഉണ്ടായാലും നാളെ മുസ്ലിമീങ്ങൾക്കുള്ളതാണ്, നാളെ മുസ്ലിമീങ്ങൾക്കുള്ളതാണ്.